പുതിയൊരു വീഡിയോയിലോട്ട് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിലെ ഫ്യൂവൽസിനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. കലോറിഫിക് വാല്യൂവിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹയർ കലോറിഫിക് വാല്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോവർ കലോറിഫിക് വാല്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബോംബ് കലോറിമീറ്ററും അതിൻ്റെ പ്രിൻസിപ്പിൾസും അതിലെ ഓരോ കോമ്പോണൻസും അതിൻ്റെ വർക്കിങ്ങും പിന്നെ അതിൻ്റെ ചില കാൽക്കുലേഷൻസും ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് HCVയും LCVയും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുലാസിൻ്റെ ആണ്. അപ്പം ഇതാണ് HCV കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല. ക്യാപിറ്റൽ W പ്ലസ് സ്മോൾ ലെറ്റർ W ഇൻറ്റു T2 മൈനസ് T1 ബൈ എക്സ്. LCV കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല HCV മൈനസ് 0.09H ഇൻറ്റു 587. ഈ രണ്ട് ഫോർമുലാസ് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ബട്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ബോംബ് കലോറിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ മെഗ്നീഷ്യം ഫ്യൂസ് വയർ ഉപയോഗിക്കുന്നുണ്ടെന്ന്. അപ്പം മെഗ്നീഷ്യം ഫ്യൂസ് വയർ ആണ് ഒരു ഫ്യൂവൽ കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോംബ് കലോറിമീറ്ററിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മെഗ്നീഷ്യം ഫ്യൂസ് വയർ എന്ന് പറയുന്നത് ഒരു വയറാണ്. ഈ ഒരു മെഗ്നീഷ്യം ഫ്യൂസ് വയർ ചൂടാകുമ്പോൾ അവിടെ ഒരു ഹീറ്റ് ജനറേറ്റ് ആവുന്നുണ്ട്. അപ്പം കലോറിമീറ്റർ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കലോറിഫിക് വാല്യൂ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു ഫ്യൂവൽ കത്തിക്കുമ്പോൾ ആ കത്തിച്ചിട്ട് പുറത്തോട്ടേക്ക് പോകുന്ന ഹീറ്റിനെ മെഷർ ചെയ്തുകൊണ്ടാണ് നമ്മൾ കലോറിഫിക് വാല്യൂ കണ്ടുപിടിക്കുന്നത്, അല്ലേ? അപ്പം ഈ ഒരു ഫ്യൂവൽ കത്തിച്ചിട്ട് പുറത്തു പോകുന്ന ഹീറ്റിൻ്റെ ഒപ്പരം തന്നെ ഈ ഒരു മെഗ്നീഷ്യം ഫ്യൂസ് വയറിൻ്റെ ഹീറ്റ് കൂടി ഉണ്ടാവില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അതായത് ഈ ബോംബ് കലോറിമീറ്ററിൽ മെഗ്നീഷ്യം ഫ്യൂസ് വയർ ഉണ്ട്. ഈ മെഗ്നീഷ്യം ഫ്യൂസ് വയർ ആണ് നമ്മൾ ഈ ഫ്യൂവലിനെ കത്തിക്കുന്നത്. അപ്പോൾ ഈ മെഗ്നീഷ്യം ഫ്യൂസ് വയറും അവിടെ ചൂടാകുന്നുണ്ട്. അപ്പോൾ ഈ മെഗ്നീഷ്യം ഫ്യൂസ് വയറിലും ഒരു ചൂട് അല്ലെങ്കിൽ ഒരു ഹീറ്റ് ജനറേറ്റ് ആവുന്നുണ്ട്. അപ്പം ഈ ഫ്യൂവൽ കത്തിയിട്ട് പുറത്തോട്ട് പോകുന്ന ഹീറ്റിനോട് കൂടെ തന്നെ ആരുടെ ഹീറ്റ് കൂടിയുണ്ട്? മെഗ്നീഷ്യം ഫ്യൂസ് വയറിൻ്റെ ഹീറ്റ് കൂടിയുണ്ട്. കൂടാണ്ട് ഈ ഒരു ഫ്യൂവലിൽ ഹൈഡ്രജനോ സൾഫറോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഫ്യൂവൽ നടക്കുന്നത്? കമ്പഷനാണ്. ഫ്യൂവലിൽ എന്താണ് ചെയ്യുന്നത്? കമ്പഷനാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഫ്യൂവലിൽ ഹൈഡ്രജനോ സൾഫറോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ കമ്പഷനിൽ ഈ ഒരു ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ആയിട്ട് കൂടിച്ചേർന്ന്, അല്ലെങ്കിൽ സൾഫറും ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ആയിട്ട് കൂടിച്ചേർന്ന് എന്താണ് സൾഫ്യൂരിക് ആസിഡും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ ഒരു റിയാക്ഷൻ നടക്കുമ്പോഴും അവിടെ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഹീറ്റും ഈ ഒരു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെഷർമെൻറ്റിൽ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് എറേഴ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് ഒരു തൃപ്തികരമല്ലാത്ത കാര്യങ്ങൾ ഈ ഒരു മെഷർമെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിൽ നടക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ ചില കറക്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണത്? നമുക്ക് കൃത്യമായിട്ടുള്ള വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്യൂസ് വയർ കറക്ഷൻ. അതായത് ഞാൻ പറഞ്ഞു ഈ ഫ്യൂവൽ കത്തിക്കുമ്പോൾ മെഗ്നീഷ്യം ഫ്യൂസ് വയറിൻ്റെ ഹീറ്റ് കൂടിയുണ്ട്. അപ്പം യഥാർത്ഥത്തെ ഫ്യൂവലിൻ്റെ ആ ഒരു ഹീറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ മെഗ്നീഷ്യം ഫ്യൂസ് വയറിൻ്റെ ഹീറ്റ് കുറച്ചാൽ പോരെ? മനസ്സിലാവാത്തവർക്ക് വീണ്ടും പറഞ്ഞുതരാം. അതായത് ഈ ഫ്യൂവൽ കത്തിക്കുമ്പോൾ ഈ ഫ്യൂവൽ കത്തിയിട്ട് പോകുന്ന ഹീറ്റിനെയാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത് ഈ ബോംബ് കലോറിമീറ്റർ ഉപയോഗിച്ചിട്ട്. എന്നിട്ടാണ് അതുവഴിയാണ് നമുക്ക് കലോറിഫിക് വാല്യൂ കിട്ടുന്നത്. ഓക്കെയാണ്. അപ്പം ഈ ഫ്യൂവൽ കത്തിയിട്ട് പുറത്തോട്ട് പോകുന്ന ഹീറ്റാണ് നമുക്ക് വേണ്ടത്. ഫ്യൂവൽ കത്തിയിട്ട് പുറത്തോട്ട് പോകുന്ന ഹീറ്റ്. ഈ ഫ്യൂവൽ കത്തുമ്പോൾ തന്നെ മെഗ്നീഷ്യം ഫ്യൂസ് വയർ ആണ് ബോംബ് കലോറിമീറ്ററിൽ ഈ ഫ്യൂവൽ കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ മെഗ്നീഷ്യം ഫ്യൂസ് വയറും അവിടെ ചൂടാവുന്നുണ്ട്. അപ്പം മെഗ്നീഷ്യം ഫ്യൂസ് വയറിൻ്റെ ഹീറ്റ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഏതിൻ്റെയൊക്കെ ഹീറ്റാണ് വരുന്നത്? ഫ്യൂവൽ കത്തിയതിൻ്റെ ഹീറ്റും അതേപോലെ തന്നെ മെഗ്നീഷ്യം ഫ്യൂസ് വയറിൻ്റെ ഹീറ്റും. ഈ രണ്ട് ഹീറ്റും കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ ഹീറ്റ് കിട്ടുന്നത്. അതിൽ യഥാർത്ഥത്തെ ഫ്യൂവലിൻ്റെ ഹീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മെഗ്നീഷ്യം ഫ്യൂസ് വയറിൻ്റെ ഹീറ്റ് കുറച്ചാൽ പോരെ? സെറ്റാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഒരു കറക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചില നുറുക്ക് വിദ്യകളാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഫ്യൂവലിൽ സൾഫറോ നൈട്രജനൊക്കെ ഉണ്ടാവും. അപ്പം ഈ ഒരു കമ്പഷൻ നടക്കുന്ന സമയത്ത് ഈ സൾഫർ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് H2SO4 ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ഈ നൈട്രജൻ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് 2HNO3 ഉണ്ടാകുന്നു. കൂടാണ്ട് ഈ രണ്ട് റിയാക്ഷൻസിലും ഹീറ്റും പുറത്തോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പം ആ ഹീറ്റ് കൂടി ഇവിടെ എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം അതിനെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു എക്സാക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഫ്യൂവലിൻ്റെ കമ്പഷൻ്റെ ഹീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആസിഡ് കറക്ഷൻ കൂടി നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം, മൈനസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം. സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എന്താണ്
അതായത് ഒരു ഫ്യൂവൽ കത്തിക്കുമ്പോൾ അവിടെ ഫ്യൂസ് വയർ കൂടി ഹീറ്റ് ആവുന്നുണ്ട്, ആ ഹീറ്റ് കൂടി നമുക്ക് ഫൈനൽ റിസൾട്ടിൽ കിട്ടും. അപ്പോൾ അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യണം, അതിനെ നമ്മൾ ഒഴിവാക്കണം, എന്നെങ്കിലേ ഫ്യൂവൽ കത്തിയ ഹീറ്റ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു ഫ്യൂവലിൽ സൾഫറോ നൈട്രജനും ഉണ്ടെങ്കിൽ ആ ഒരു സൾഫറും നൈട്രജനും പല റിയാക്ഷൻസും ഈ ഒരു ഫ്യൂവലിൽ നടത്തുന്നുണ്ട് കമ്പഷൻ കാരണം. അപ്പം അവിടെ ആ ഒരു റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹീറ്റ് കൂടി നമുക്ക് ഫൈനൽ മെഷർമെൻറ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ എന്തൊക്കെ ഹീറ്റാണ് നമുക്ക് കിട്ടുക? ഈ ഒരു ഫ്യൂവൽ കമ്പഷൻ്റെ ഹീറ്റും അതേപോലെ തന്നെ ഈ ഒരു റിയാക്ഷൻസിൻ്റെ ഹീറ്റ് കൂടി കിട്ടും. അപ്പോൾ അവിടെ ഒരു ആക്യുറസി ഇല്ലല്ലോ, നമുക്ക് ആ ഒരു ഫ്യൂവൽ കത്തിയ ഹീറ്റ് മാത്രമേ വേണ്ടൂ. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു റിയാക്ഷൻ കാരണം ഉണ്ടായ ഹീറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? കുറക്കും, അതിനെ അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു ഫൈനൽ റിസൾട്ടിൽ നിന്നും ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യും. ഓക്കെയാണ്. ദെൻ പിന്നെ ഒരു കറക്ഷൻ എന്ന് പറയുന്നത് കൂളിംഗ് കറക്ഷനാണ്. ഇതെന്ന് വെച്ചാൽ ഈ ഒരു ഫ്യൂവൽ കത്തിക്കുമ്പോഴൊക്കെ റേഡിയേഷനായിട്ട് കുറച്ച് ഹീറ്റ് നമുക്ക് നഷ്ടമായി പോകും. നഷ്ടമാകുകയാണ് ഇവിടെ ചെയ്യുന്നത് കൂളിംഗ് കറക്ഷനിൽ. അതായത് ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ചില കുറച്ച് ഹീറ്റ് റേഡിയേഷൻ വഴി പുറത്തോട്ടേക്ക് നഷ്ടമായി പോകുന്നുണ്ട്. അപ്പം അതിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ നഷ്ടപ്പെട്ടു പോയ സാധനത്തിനെ നമ്മുടെ വാല്യൂയിലേക്ക് ആഡ് ചെയ്യും. അതായത് ഫ്യൂവലിൻ്റെ യഥാർത്ഥ കമ്പഷനാണ്, ആ ഒരു ഹീറ്റിനെയാണ് നമുക്ക് കിട്ടേണ്ടത്. ആ ഹീറ്റിൽ നിന്നൊരു റെഡ്യൂസ് ആണ് വന്നിരിക്കുന്നത്. ആ ഹീറ്റിൻ്റെ കുറച്ച് ഭാഗം റേഡിയേഷൻ വഴി പുറത്തോട്ടേക്ക് പോകും. ആ പുറത്തോട്ടേക്ക് പോയ റേഡിയേഷൻ വഴി പുറത്തോട്ടേക്ക് പോയ സാധനത്തിനെ നമ്മൾ വീണ്ടും നമ്മൾ പരിഗണിക്കണ്ടേ? എന്തെങ്കിലല്ലേ കറക്റ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. അതിന് വേണ്ടിയിട്ട് അതിനെ നമ്മൾ ആഡ് ചെയ്യും. സോ അങ്ങനെ ഫൈനൽ ഈ ഒരു ഇക്വേഷൻ HCVയുടേത് ഈ ഒരു രീതിയിലായിട്ട് വരും. ക്യാപിറ്റൽ W പ്ലസ് സ്മോൾ ലെറ്റർ W ഇൻറ്റു T2 മൈനസ് T1 പ്ലസ് കൂളിംഗ് കറക്ഷൻ മൈനസ് ആസിഡ് കറക്ഷൻ പ്ലസ് ഫ്യൂസ് വയർ കറക്ഷൻ ബൈ X. ഈ ഒരു ഫോർമുല ഡൗട്ട് ഉള്ളവർക്ക് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ആസിഡ് കറക്ഷനും ഫ്യൂസ് വയർ കറക്ഷനും എക്സ്ട്രാ ആയിട്ട് ഉണ്ടാകുന്ന ഹീറ്റാണ്. അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാണ് വേണ്ടത്. അപ്പം HCVയുടെ ഫോർമുല നമ്മൾ ആദ്യം പഠിച്ചത് W പ്ലസ് W ഇൻറ്റു T2 മൈനസ് T1 ബൈ X എന്നാണ്. ഓർക്കുക, W പ്ലസ് W ഇൻറ്റു T2 മൈനസ് T1 ബൈ X. ഈ ഫോർമുലയാണ് നമ്മൾ HCVയുടേത് ആദ്യം പഠിച്ചത്. ഇതിലെ ഓരോ ടേംസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കാണാത്തവരാണെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ട് ഈ ക്ലാസ് കാണുക. കാരണം ആ ഒരു ക്ലാസ് കാണാതെയാണ് നിങ്ങൾ ഇതിലേക്ക് വരുന്നതെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഓക്കെയാണ്, സെറ്റാണ്. ആ ഒരു യഥാർത്ഥ ഫോർമുലയിൽ നമ്മൾ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തണം ആക്യുറേറ്റ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. ആ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് കൂളിംഗ് കറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നഷ്ടമായി പോകുന്ന ഹീറ്റാണ് റേഡിയേഷൻ വഴി. അതിനെ അപ്പം നമ്മൾ ആഡ് ചെയ്തു. അതാണ് T2 മൈനസ് T1 കൂളിംഗ് കറക്ഷൻ ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അധികമായിട്ട് വരുന്ന ഹീറ്റാണ്. അതായത് ഈ ഒരു റിയാക്ഷൻസ് നടന്നിട്ടും ഈ ഫ്യൂസ് വയർ കത്തിയിട്ടും ഒക്കെ ആയിട്ട് അധികം ഹീറ്റ് വരുന്നുണ്ട്. അതിനെ നമ്മൾ കുറക്കണം. അതിന് വേണ്ടിയിട്ടാണ് മൈനസ് ആസിഡ് കറക്ഷൻ പ്ലസ് ഫ്യൂസ് വയർ കറക്ഷൻ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സെറ്റായാലോ ഫോർമുല? ആദ്യം കാണുമ്പോൾ ഒരു സംശയം തോന്നും, മനസ്സിലാവാത്തവർ ഒരിക്കൽ കൂടി വീഡിയോ കാണുക, അന്നേരം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സെറ്റാണ്. ഓക്കെ, പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ന്യൂമറിക്കൽസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. കാരണം എക്സാമിന് നമ്മളോട് ന്യൂമറിക്കൽസ് കൂടി ചോദിക്കും. ഇത് സിമ്പിളാണ്, ഇത് ഞാൻ പറഞ്ഞു തരില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് വായിക്കുക, എന്നിട്ട് ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കുക. HCVയും LCVയും കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കുക. ഫൈനൽ ആൻസർ 12,638 കലോറി പെർ ഗ്രാമും അതേപോലെ തന്നെ LCV 12,601 കലോറി പെർ ഗ്രാമുമാണ് കിട്ടുക. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഫൈനൽ ആൻസർ ഇതൊന്ന് ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓരോ കാര്യങ്ങൾ ഇതിലുണ്ട്. Hനെ നമ്മൾ 0.7% ആയിട്ടാണ് എടുക്കുക. 0.7 ആണ് H. ഓക്കെയാണ്. അത് മാത്രമായിരിക്കും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരിക. വേറെ കൺഫ്യൂഷൻ വരാനായിട്ട് ഇവിടെ ഒന്നുമില്ല. ഇവിടെ 26.5 ഡിഗ്രി സെൽഷ്യസ് ടു 29.2 ഡിഗ്രി സെൽഷ്യസ് ആണ്. അവിടെ ഡിഗ്രിന്ന് ടൈപ്പ് ചെയ്യേണ്ട ബുദ്ധിമുട്ട് കാരണമാണ് അവിടെ C മാത്രം വരുന്നത്. എവിടെ ഈ ഒരു നമ്മളെ ഓൺ ബേണിംഗ് 0.83 gram of a solid fuel in a bomb calorimeter. The temperature of 35,000 gram of water increased from 26.5 degree Celsius to 29.2 degree Celsius ആണ് എന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കുക. ഒന്നുമില്ല, ഇവിടെ നമ്മളോട് ഫ്യൂസ് വയർ കറക്ഷനെ പറ്റിയിട്ടോ ആസിഡ് കറക്ഷനെ പറ്റിയിട്ടോ കൂളിംഗ് കറക്ഷനെ പറ്റിയിട്ടോ ഒന്നും ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെയൊന്നും ഈ ഒരു ക്വസ്റ്റ്യനിൽ പരിഗണിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ഈ ഒരു ഫോർമുല എടുക്കാം. HCV = ക്യാപിറ്റൽ W പ്ലസ് സ്മോൾ ലെറ്റർ W ഇൻറ്റു T2 മൈനസ് T1 ബൈ X എന്ന് പറഞ്ഞെടുക്കാം.
ഓക്കെയാണ്. LCVനെ HCV മൈനസ് 0.09H ഇൻറ്റു 587 എന്ന് എടുക്കാം. പക്ഷേ ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളോട് ആസിഡ് കറക്ഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഫ്യൂസ് വയർ കറക്ഷനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്, നമ്മൾ രണ്ടാമത് പറഞ്ഞ ഫോർമുല. ഇവിടെ നിങ്ങളോട് ആസിഡ് കറക്ഷനും ഫ്യൂസ് വയർ കറക്ഷനും തന്നു, കൂളിംഗ് കറക്ഷൻ തന്നിട്ടില്ല. തരാത്ത സാധനത്തിനെ നിങ്ങൾ എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങളോട് എന്താണ് കൂളിംഗ് കറക്ഷൻ തന്നില്ല എന്ന് കരുതുക. കൂളിംഗ് കറക്ഷൻ തന്നിട്ടില്ലെങ്കിൽ എന്താ, അവിടെ 0 ഇട്ട് കൊടുത്തേക്കുക. ആസിഡ് കറക്ഷനും ഫ്യൂസ് വയർ കറക്ഷനും തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെയാണ്. ഇതാണ് ഈ ഒരു ന്യൂമറിക്കൽ ഭാഗമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് പറയണം? ഈ ഒരു അനാലിസിസ് ഓഫ് കോൾ ആണ് അടുത്ത ക്ലാസ്സിൽ നമുക്കുള്ളത്. അത് നമുക്ക് സെറ്റാക്കാം. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. കാരണം ഇതിപ്പം ഒരു 11 മിനിറ്റ് ആയിട്ടുണ്ട്. അത് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇതിൻ്റെ ഈ ഒരു രണ്ടാമത്തെ പ്രോബ്ലത്തിൻ്റെ ആൻസർ വരുന്നത് 7168.5 കലോറി പെർ ഗ്രാമിലാണ് വരുന്നത്. ഓക്കെ, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു HCVയും LCVയും ഒക്കെ യൂണിറ്റ് കലോറി പെർ ഗ്രാം ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു 2 പ്രോബ്ലവും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഈ ഒരു 2 പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. അങ്ങനെ ഈ ഒരു ഉത്തരം തന്നെയാണോ കിട്ടുന്നതെന്ന് പറയാം, കമൻറ്റ് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് സോൾവ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അനാലിസിസ് ഓഫ് കോൾ ആണ് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. കാരണം നിങ്ങളാണ് പഠിക്കേണ്ടത്, നിങ്ങളുടെ ആവശ്യമാണ് പഠിക്കേണ്ടത്. ഞാൻ അതിനനുസരിച്ചിട്ട് എൻ്റെ രീതികളാണ് ഞാൻ മാറ്റേണ്ടത്. ഓക്കെയാണ്. അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സീ യു സൂൺ. ബൈ.